കൊറോണ സമയം തന്നെയാണ് ഒരു വഴിത്തിരിവായി തോന്നിയത്. ഓക്കെ. അതുവരെ അപ്രന്റീസ്‌ഷിപ്പും ചെയ്ത് ചെറിയ ചെറിയ ജോലികള് പ്രൈവറ്റ് കമ്പനി ജോലികളൊക്കെ ചെയ്തിരിക്കുവായിരുന്നു. പിന്നെ തോന്നി ഇങ്ങനെ പോയാ നടക്കത്തില്ല. ഇത്ര ഡിലേ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ 2018 അത് റിസൈൻ ചെയ്തിട്ട് വന്നു. ടെസ്റ്റ് എഴുതി. അപ്പോൾ ലിസ്റ്റിലൊക്കെ 5 ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. എല്ലാ സെൻട്രൽ ഗവൺമെൻറ് ലിസ്റ്റിലായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് കിട്ടിയില്ല. എക്സ്ട്രീം ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ മോക്ക് ടെസ്റ്റ് തന്നെയായിരുന്നു. ആ മോക്ക് ടെസ്റ്റിൽ എനിക്ക് ഒരുപാട് മുന്നോട്ട് വരാൻ പറ്റി. അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു റാങ്കിൽ എത്താൻ പറ്റിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ജനറൽ PSC ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് അത് പഠിച്ചിട്ടും അത് നല്ലൊരു ഒരു സ്റ്റേജ് എത്തി. പിന്നെ അതിന് മേലോട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നു. നിമയുടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോഴ്സ് ഇല്ലല്ലോ സ്മിത്തിക്ക്. അങ്ങനെ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഓൺലൈൻ കോഴ്സ് എടുക്കാമെന്ന് തീരുമാനിച്ച് ഒരുപാട് അനലൈസ് ചെയ്താണ് യൂണിവേഴ്സിറ്റി അക്കാഡമിയിലോട്ട് വരുന്നത്. ചേച്ചി യൂസ്ഫുൾ ആയിരുന്നു. നോട്ട്സ് പ്രിപ്പയർ ചെയ്താണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ഒരു ശീലമാണ്. എന്നാലാണ് എനിക്ക് ശരിക്കും അത് പഠിക്കാൻ മനസ്സിൽ കിട്ടുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോകുന്ന രീതിയാണ്. പിന്നെ അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാകും, പിന്നെ ഒരു ഫോർമുല ചാർട്ട് ഉണ്ടാകും. എന്നിട്ട് ഇത് പഠിക്കുന്നതോടൊപ്പം വൈകുന്നേരം റിവൈസ് ചെയ്യും, വീക്ക്ലി റിവൈസ് ചെയ്യും, പിന്നെ മന്ത്ലി റിവൈസ് ചെയ്യും. അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലാണ് പഠിച്ചു പോകുന്നത്. ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ട്രേഡ്സ്മാൻ സ്മിത്തി എക്സാമിനേഷനിൽ ഉന്നത റാങ്ക് നേടിയ വിജയികളാണ്. സ്വാഗതം ചെയ്യാം എല്ലാ വിജയികളെയും നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക്. സ്വാഗതം. ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുള്ളത് ഈ വിജയികളുടെ ഇൻട്രൊഡക്ഷനാണ്. അവരാരാണ്, എവിടെ നിന്ന് വരുന്നു, എന്തൊക്കെയാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് ഓരോരുത്തരെയായിട്ട് പരിചയപ്പെടാം. പറയൂ. എൻ്റെ പേര് വിഷ്ണുഹരി. കൊല്ലം ജില്ലയിലെ പരവൂരാണ് സ്ഥലം. എന്തൊക്കെയായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ? പഠനം? ബിടെക് മെക്കാനിക്കൽ ആയിരുന്നു. ഓക്കെ. സ്കൂളിംഗ് ഒക്കെ? സ്കൂളിംഗ് പാരിപ്പള്ളി അമൃത സാൻസ്ക്രിറ്റ് HSS-ലായിരുന്നു. ഓക്കെ. രണ്ടാമത്തെ ആള്? എൻ്റെ പേര് സേതു. ഓക്കെ. അപ്പം ഞാൻ ബിടെക് മെക്കാനിക്കലാണ്. ഡിപ്ലോമ കഴിഞ്ഞ് ബിടെക് ചെയ്താണ്. ഡിപ്ലോമ കഴിഞ്ഞിട്ട് മെക്കാനിക്കലേക്ക് ബിടെക് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് പഠിച്ചത്. ടെക്നിക്കൽ ഹൈസ്കൂളിൽ നിന്നാണ്? ഓ, പൂർണ്ണമായിട്ടും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ തന്നെ വന്ന ഒരാളാണ്. പുറത്തുപുഴ ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠിച്ചു. പോളിടെക്നിക് ആറ്റിങ്ങലിൽ പഠിച്ചു. പിന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് ബാർട്ടൺ ഹില്ല് തിരുവനന്തപുരം ഓക്കെ. കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്യുമായിരുന്നു. ഓക്കെ. എവിടെയായിരുന്നു വർക്ക് ചെയ്തത്? ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രൈവറ്റ് ഫേമിൽ. ഓക്കെ ഓക്കെ. ഏത് മേഖലയായിരുന്നു? മെക്കാനിക്കൽ തന്നെയായിരുന്നു? പൈപ്പിംഗ് മേഖല തന്നെയായിരുന്നു. ഓക്കെ. പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് വന്നു. ഓക്കെ. അങ്ങനെ സർക്കാർ മേഖലയിലേക്ക് വന്നു. അത്യാവശ്യം നല്ല റാങ്കിൽ വിജയിച്ചു. അപ്പോൾ അടുത്ത ആള്? എൻ്റെ പേര് അജിൻ എന്നാണ്. ഓക്കെ. എവിടെയാണ് സ്ഥലം? മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. മലപ്പുറം ചേളാരി നിന്നാണ്. ചേളാരി അല്ലേ? ഡിപ്ലോമ മെക്കാനിക്കലാണ് കഴിഞ്ഞത്. കോഴിക്കോട് JDT കോളേജിൽ നിന്നാണ് കഴിഞ്ഞത്. ഡിപ്ലോമയേ ഉള്ളൂ, ബിടെക് എടുത്തിട്ടില്ല? ഓക്കെ, ശരി. എൻ്റെ പേര് അനീഷ് CM. എൻ്റെ വീട് കോതമംഗലത്താണ്. ഞാൻ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇവിടെ കോതമംഗലം പോളിടെക്നിക്കിൽ തന്നെ പാസ് ഔട്ടായി. അതിനുശേഷം പ്രൈവറ്റ് കമ്പനികളിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ കൊറോണയ്ക്ക് ശേഷം PSC-യിലേക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ കരുതി. അങ്ങനെ കൊറോണയാണ് അതിനകത്തൊരു ഘടകമായതല്ലേ? ശരി ശരി. ഓക്കെ. അപ്പം പ്രധാനമായിട്ടും ഈ ട്രേഡ്സ്മാൻ സ്മിത്തി എക്സാമിനേഷനിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എന്താണ് ശരിക്കും നിങ്ങൾക്ക് തോന്നിയത്? ഓരോരുത്തർക്കും വ്യത്യസ്തമായുള്ള അഭിപ്രായമായിരിക്കും. പറഞ്ഞു നിർത്തി അനീഷിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പ്രത്യേകിച്ചും ഞാൻ ഒക്കെ ആദ്യമേ ടെസ്റ്റ് എഴുതുമ്പോൾ ഒരുപാട് റാങ്ക് പുറകിലായിരുന്നു. പക്ഷേ ഈ ഒരു ഏണസ്റ്റ് അക്കാദമി ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയതിന് ശേഷം എനിക്ക് ആ ഒരു റാങ്ക് 7ാമത്തെ റാങ്കാണ് ഇപ്പോൾ എനിക്കുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഓക്കെ. താങ്കൾക്കോ? വളരെ സന്തോഷമുണ്ട്. എനിക്ക് 6ാമത്തെ റാങ്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഈ ഏണസ്റ്റിൻ്റെ കോഴ്സ് നമ്മൾ കുറേ മുന്നോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല ക്ലാസ്സുകളായിരുന്നു നമ്മളെ സാറുമാരൊക്കെ തന്നിരുന്നത്. പ്രതീക്ഷിച്ചത് എങ്ങനെയായിരുന്നു? എക്സാം എഴുതി കഴിയുമ്പോഴത്തുള്ളൊരു ഫീൽ എങ്ങനെയായിരുന്നു? നന്നായിട്ട് തന്നെ എഴുതാൻ കഴിഞ്ഞിരുന്നു. ഓക്കെ. റാങ്ക് ലിസ്റ്റിൽ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു? റാങ്ക് ലിസ്റ്റിൽ വരുന്നു. കാരണം എൻ്റെ ഒരു സുഹൃത്ത് അഖിൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ട്രേഡ്സ്മാൻ ഫിറ്റിങ്ങിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് 5ാമത്തെ റാങ്കിനുള്ളിൽ 13 വേക്കൻസി ഉള്ളപ്പോൾ 5ാമത്തെ റാങ്കിനുള്ളിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടാണ് പഠിച്ചത്. ആ ഒരു 5നുള്ളിൽ വരാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. പക്ഷെ നമുക്ക് 6ാമത്തെ റാങ്കിൽ സന്തോഷം കിട്ടിയത്. ഓക്കെ. ഞാൻ റാങ്ക് ലിസ്റ്റ് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാര്യം സെൽഫ് സ്റ്റഡി ആയിരുന്നു കൂടുതൽ. പല ടെസ്റ്റിലും മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലായിട്ടൊക്കെ ഉണ്ടായിരുന്നു. സെൽഫ് സ്റ്റഡി ചെയ്തതിൻ്റെ ഒരു അത് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നമ്മൾ സ്റ്റഡി ചെയ്യുന്നു.
അപ്പോൾ ഏണസ്റ്റിലോട്ട് വന്നതുകൊണ്ട് ഒരുപാട് ഉപയോഗപ്പെട്ടു. ഒരു ഒരു തരത്തിൽ പറഞ്ഞ ബ്രോഡ് വ്യൂ വന്നു അതെ എക്സാമിനേഷൻ. തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായാലും ക്ലാസ്സുകളുടെ നിലവാരമായാലും നമ്മുടെ റിവിഷൻ ആയാലും കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെട്ടു. മുൻവിധി ഇല്ലാതെ പഠിക്കാൻ പറ്റി അല്ലേ? തീർച്ചയായും അങ്ങനെ അവസാനം എത്ര റാങ്കിലെത്തി താങ്കൾ? 3 റാങ്കിൽ ഞാൻ 3-ാം റാങ്കിലെത്തി. ഓക്കെ, അതൊരു വലിയ നേട്ടം തന്നെയാണ്. 3-ാമതാകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഉം. പറഞ്ഞോളൂ. എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമാണ്, ടെക്നിക്കൽ എക്സാമാണ് ട്രേഡ്സ്മാൻ സിറ്റി. വർഷങ്ങളായിട്ട് ജനറൽ ബേസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ടെക്നിക്കലിലോട്ട് വന്ന നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ അത്യാവശ്യം വേക്കൻസി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്തുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്താന്ന് നോക്കി സിലബസ് നോക്കിയപ്പോൾ ഫാമിലിയർ ആയിട്ട് തോന്നി. പിന്നെ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് ആലോചിച്ചു. പക്ഷേ നിമയുടെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോഴ്സ് ഇല്ലല്ലോ സ്മിത്തിക്ക്. അങ്ങനെ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഓൺലൈൻ കോഴ്സ് എടുക്കാമെന്ന് തീരുമാനിച്ച് ഒരുപാട് അനലൈസ് ചെയ്താണ് യൂണിസ്റ്റ് അക്കാഡമിയിലോട്ട് വരുന്നത്. പ്രത്യേകിച്ച് യൂസ്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ച് ലൈവ് ക്ലാസ് ഒക്കെ ആ സമയത്ത് ഞാൻ വർക്കിംഗ് കൂടെ ആയിരുന്നു. രാത്രിയുള്ള പഠനമായിരുന്നു കൂടുതലും. ലൈവ് ക്ലാസ് മിക്കതും ഒക്കെ ഒട്ടുമിക്കതും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉപയോഗം വന്നിട്ടുണ്ട്. നോട്ടെല്ലാം യൂണിസ്റ്റ് അക്കാഡമിയിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. നെക്സ്റ്റില് എക്സാം എഴുതി സാധാരണ ടെക്നിക്കൽ എക്സാമിന്റെ കട്ട് ഓഫ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പോയി എഴുതിയത്. അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടുമെന്ന് തോന്നി. ജനറൽ പി എസ് സിയിൽ നിന്ന് ടെക്നിക്കൽ ബേസിലേക്ക് വന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുക, എന്ത് മാറ്റം തോന്നി ജനറൽ പി എസ് സിയിൽ നിന്ന് ടെക്നിക്കൽ നല്ല ബേസിലേക്ക്? മാറ്റമുണ്ട്. എന്നുവെച്ചാൽ മുമ്പേ എന്തുകൊണ്ട് നോക്കിക്കൂടായിരുന്നു എന്നൊരു കുറ്റബോധം ഇപ്പൊ ഉണ്ട്. എന്നിട്ട് ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല, താങ്കളോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ജനറൽ പി എസ് സി മോശമായതുകൊണ്ടല്ലോ. ജനറൽ പി എസ് സി ഒരു വൈഡ് ഏരിയ ആണ്. നമ്മൾ എത്ര പഠിച്ചാലും സിലബസ് തീർക്കാൻ നമുക്ക് പറ്റത്തില്ല. അതിന് ഓരോരുത്തരെ പഠിച്ചത് ചോദിച്ചാൽ ലെക്കറിനെ പറയാൻ പറ്റും. അതെ, പിന്നെ ഉള്ള ഏരിയ നമുക്ക് ഒരിക്കലും cover മാത്രമല്ല ചെയ്യാൻ പഠിച്ചിട്ട് പറ്റത്തില്ല. മുഴുവൻ പഠിച്ചു തീർത്താൽ അവർക്ക് ചോദ്യങ്ങൾ ജനറേറ്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്, കിടക്കുന്നുണ്ട്. ഉണ്ട്. നമ്മൾ എത്ര ശരിയാണ്, പഠിച്ചാലും തീരത്തില്ല. ഇതാകുമ്പോ നമുക്ക് ഇതിനുള്ളിൽ നിന്നല്ലേ ചോദിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ സിലബസ് മാത്രം കവർ ചെയ്ത് നമുക്ക് പഠിച്ചാൽ മതിയല്ലോ. ഓക്കെ, വളരെ വ്യക്തമാണ്. 3 പേരുടെ എക്സ്പീരിയൻസ് വ്യത്യസ്തമായ രീതിയിലാണ്. അതൊക്കെ ഇരിക്കട്ടെ, റാങ്ക് എത്രയിലെത്തി? 12ാമത്തെ ഓക്കെ, ഗ്രേറ്റ്. നമ്മുടെ ആദ്യത്തെ എഫർട്ടിൽ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റാങ്കിൽ എത്തി എന്നുള്ളത് ചെറിയ കാര്യമല്ല, ഒരിക്കലും അല്ല. ഇനിയും പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങിയ സമയത്ത് നിങ്ങളെല്ലാവരും വ്യത്യസ്ത രീതിയിലായിരിക്കും പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങിയത്. ഒരാൾ കൊറോണയുടെ സമയത്താണ് പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങിയതെന്ന് പറയുന്നു. അപ്പോൾ ഓരോരുത്തർക്കും ഈ ഒരു ആഗ്രഹം വന്നു തുടങ്ങിയത്. ഇപ്പോൾ വർക്ക് ചെയ്തിരുന്നവരാണ്, വിദേശത്ത് വർക്ക് ചെയ്തിരുന്നവരാണ്. എപ്പോഴാണ് ഈ ഒരു എക്സാമിനേഷനിലേക്ക് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ആഗ്രഹം തുടങ്ങിയത്? കൂടുതൽ കൊറോണ സമയം തന്നെയാണ് ഒരു വഴിത്തിരിവ് തോന്നിയത്. അതുവരെ അപ്രന്റീഷിപ്പും ചെയ്ത് ചെറിയ ചെറിയ ജോലികൾ, പ്രൈവറ്റ് കമ്പനി ജോലികളൊക്കെ ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ തോന്നി ഇങ്ങനെ പോയാൽ നടക്കത്തില്ല. ഇങ്ങനെയാണ് ആ സമയത്ത് ജനറൽ പി എസ് സി ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് അത് പഠിച്ചിട്ടും അത് നല്ലൊരു ഒരു സ്റ്റേജ് എത്തി. പിന്നെ അതിന് മേലോട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നു ജനറൽ പി എസ് സി ആണ്. അപ്പൊ അത് അത്രയും ടഫ് കോമ്പറ്റീഷൻ ആയതുകൊണ്ടാണ് ഞാൻ ടെക്നിക്കലിലോട്ട് തന്നെ തിരിഞ്ഞത്. ഇവിടെ ഓക്കെ, താങ്കളെ പറ്റി പറയുകയാണെങ്കിൽ വിദേശത്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ഇല്ല അല്ലേ? വിദേശത്ത് ജോലി ചെയ്തു ചെന്നൈയിലാണ് ജോലി. അപ്പം ഒരു ബിടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അത് ബാട്ടൺ ഹില്ലിൽ നിന്നൊക്കെ പാസ് ഔട്ട് ആയ ഒരാള് കുറച്ച് ലേറ്റായിട്ടാണ് സർക്കാർ ജോലി എന്ന് പറയുന്ന റോളിലേക്ക് വന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത് ഗവൺമെന്റ് സെക്ടറിലേക്ക് തിരിയാറ്? ഡിലേ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ 2018 അത് റിസൈൻ ചെയ്തിട്ട് വന്നു. ടെസ്റ്റ് എഴുതി. ഇപ്പോൾ ലിസ്റ്റിലൊക്കെ 5 ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, എല്ലാ സെൻട്രൽ ഗവൺമെൻറ് ലിസ്റ്റിലായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയില്ല. 2-3 സ്റ്റേജ് എല്ലാം ക്ലിയറായി, ഫൈനൽ സ്റ്റേജും ക്ലിയറായി. ലാസ്റ്റ് ആളെടുക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഇല്ലാതാവുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴത്തേക്ക് പിന്നെ കൊറോണ വന്നു. അപ്പോൾ കൊറോണ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും സക്സസ് എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കൊറോണ. അതങ്ങനത്തെ ഒരു സാഹചര്യമായിപ്പോയി. അപ്പോൾ അതിനുശേഷം കൊറോണ കഴിഞ്ഞതിന് ശേഷം വീണ്ടും എല്ലാം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷമാണ് പ്രിപ്പറേഷൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ നമ്മുടെ കുളത്തൂപ്പുഴ ഗവൺമെൻറ് ITIയിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടറായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് വീണ്ടും നമുക്കൊരു എത്തിപ്പെടേണ്ട ഒരു ഘട്ടം ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നല്ല ലെവലിലോട്ട് നമ്മൾ എത്തിപ്പെടേണ്ടതാണ്, നമ്മൾ വർക്ക് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവിടെ നിന്നാണ് ഞാൻ പ്രിപ്പറേഷൻ വീണ്ടും പൊടി തട്ടിയെടുക്കുന്നതും വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പഠിച്ച് 2-3 ലിസ്റ്റിൽ സ്വന്തമായിട്ട് പഠിച്ച് അത്യാവശ്യം 80+ അല്ലെങ്കിൽ 85+ മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജോലി എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് അകന്നു നിന്നു.
പിന്നെയാണ് ഞാൻ ഒരു ലാസ്റ്റ് ഒരു എക്സാം നവംബർ വരെ ഒരു എക്സാം ഉണ്ടായിരുന്നു, അത് എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ഫുൾ റെക്കോർഡഡ് ക്ലാസ് ആയിരുന്നു ഞാൻ കണ്ടത്. ഞാൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ക്ലാസ്സും എടുത്തു കഴിഞ്ഞിരുന്നു. പിന്നെ നല്ല ഉപയോഗപ്പെട്ടു. ഇത് അവസാന സമയത്ത് എടുത്തിട്ടും പ്രധാനപ്പെട്ടു. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ പലരുടെയും ചിന്ത അത് വേറെ കൊണ്ടല്ല ഞാനിപ്പോൾ ചോദിച്ചത്. കാരണം ചിലർക്ക് ചിന്തിക്കുന്നവരുണ്ട് അത് ബേസിക്കലി അത് മടിയുടെ ഒരു സിംറ്റം കൂടിയാണ്. നമ്മൾ അവസാന സമയത്ത് ഇനിയും പഠിച്ചിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാനാണ്, ഇനി ഒരു 2-3 മാസമേ ഉള്ളൂ, 3 മാസം കൊണ്ട് ഞാൻ പഠിച്ച പാസ്സാവും ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് എല്ലാ പരീക്ഷയിലും ജനറൽ PSCയിലും ഇവിടെ കോമൺ എക്സാമിനേഷനും. പക്ഷെ അവസാന സമയങ്ങളിൽ നമ്മൾ നോക്കിയാലും നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അതൊരു ഉറപ്പുള്ളൊരു കാര്യമാണ്. താങ്കളെ എന്താണ് പറയാനുള്ളത്? ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഇവിടെ ISRO VSSCയിൽ അപ്രന്റീഷിപ്പ് ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം അവിടെ നമുക്ക് കോൺട്രാക്റ്റിൽ കയറാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കയറാൻ നിന്നില്ല. അപ്പം എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഓൾറെഡി ഗവൺമെൻറ് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഫാമിലിനോട് പറഞ്ഞ് പഠിക്കട്ടെ, പഠിച്ചാൽ എന്തായാലും കിട്ടും. അങ്ങനെയാണ് PSCക്ക് വരുന്നത്. അങ്ങനെ ജനറൽ PSC 2 വർഷം നോക്കി, പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രിലിംസ് കയറാൻ കഴിയും, പക്ഷെ മറ്റൊന്നും കിട്ടുന്നില്ല. ഈ ടെക്നിക്കൽ പഠിക്കുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി മെക്കാനിക്കൽ കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഫീൽഡാണ്. അപ്പം കുറച്ചുകൂടി ഈസി ആയിരിക്കും കിട്ടാൻ. അപ്പം ആദ്യമായിട്ട് വരുന്ന ടെക്നിക്കൽ എക്സാമാണ്. അപ്പോൾ അതന്നെ അങ്ങനെ നല്ല മാർക്ക് ആദ്യമായിട്ട് എഴുതിയ മെക്കാനിക്കൽ എക്സാമിനേഷൻ എഴുതിയ മെക്കാനിക്കൽ എക്സാം ഒരു വലിയ നേട്ടം തന്നെയാണ്. അത് മാത്രമല്ല ഒരു ഇൻസ്പിറേഷൻ ആണ് ഇനിയുള്ള എക്സാംസ് എഴുതാനുള്ള ഒരു കോൺഫിഡൻസ്. അതെ. എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊറോണയ്ക്ക് ശേഷം മറ്റേ ആദ്യമേയൊക്കെ പ്രൈവറ്റ് കമ്പനിയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നൊക്കെ ടെസ്റ്റുകൾ എഴുതണ്ടായിരുന്നെങ്കിലും പഠിച്ചിട്ടൊന്നും എഴുതാറില്ല. അപ്പോൾ ഈ പിന്നെ അതിനുശേഷം എനിക്ക് ഈ എംപ്ലോയ്മെൻറ്റ് വഴി ഒരു ഡെമോൺസ്ട്രേറ്റർ ആയിട്ട് ഒരു കുറച്ച് നാളത്തേക്ക് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഡെമോൺസ്ട്രേറ്റർ ജോലി കിട്ടി. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് വീണ്ടും ഇതിനൊക്കെ സാധ്യതയുണ്ട് PSC. അപ്പോൾ അവിടെയുള്ള കൂട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവരും ഇങ്ങനെ PSC ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാനും പയ്യെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഒപ്പം. അപ്പം ഞാൻ കൊറോണയ്ക്ക് ശേഷം ആദ്യത്തെ RRB ആയിരുന്നു, RRB ഗ്രൂപ്പ് D ആയിരുന്നു ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തത്. അതിനകത്ത് ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് ലിസ്റ്റിൽ കയറി. പക്ഷേ ഞാൻ ഫിസിക്കൽ ടെസ്റ്റിൽ ഔട്ടായിപ്പോയി. പക്ഷെ ഞാൻ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് സങ്കടവും തോന്നി അതിൻ്റെ ഒപ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രിപ്പറേഷനൊക്കെ ഇത്തിരി കുറവായിരുന്നു. പിന്നെയും RRB JE അങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് എഴുതി പ്രിപ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ ഫസ്റ്റ് ടയറിൽ തന്നെ 2-3 മാർക്ക് ഡിഫറൻസിൽ തന്നെ ഔട്ടായിപ്പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഗവൺമെൻറ് ചേരാട് പോളിടെക്നിക്കിൽ വീണ്ടും ഒരു ട്രേഡ്സ്മാനായിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ അങ്ങനെ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സാറന്മാരായിട്ട് പരിചയപ്പെട്ടു. ഇവിടുന്ന് തന്നെ എണസ്റ്റിൽ നിന്ന് പഠിച്ച ആകാശ് സാറ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. ഇത് നിങ്ങൾ പഠിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ, ഇങ്ങനെ ഒരു കോച്ചിങ് ഉണ്ട്, അതെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ 2 മാസം കൊണ്ടാണ് ഈ ഒരു കോച്ചിങ് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. 2 മാസം ഫുള്ളായിട്ട് ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഒരു ബ്ലാക്ക് സ്മിത്ത് ആണ്, ഓൾറെഡി ഒരു ബ്ലാക്ക് സ്മിത്ത് ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ട്രേഡിനോട് തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റും കൂടി ഞാൻ എൻ്റെ ഒരു മോട്ടീവ് ഫോഴ്സ് ആക്കിയിട്ട് ഞാൻ ശരിക്കും ഡീപ്പായിട്ട് അതിൻ്റെ ഒപ്പം ഈ ഏണസ്റ്റിൻ്റെ ക്ലാസ്സുകൾക്കൊപ്പം ഞാൻ നന്നായിട്ടിരുന്ന് പഠിച്ചു. അതിനകത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അതുവരെ പഠിച്ചതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഡെപ്തിലും ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ ഒരുപാട് കിട്ടി. അതുപോലെ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സ്ട്രീം ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ മോക്ക് ടെസ്റ്റ് തന്നെയായിരുന്നു. ആ മോക്ക് ടെസ്റ്റിൽ എനിക്ക് ഒരുപാട് മുന്നോട്ട് വരാൻ പറ്റി. അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു റാങ്കിൽ എത്താൻ പറ്റിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചു എന്ന് കേൾക്കാൻ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാൽ പോലും പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നൊരു കാര്യമാണ്, എക്സാമിനേഷൻ വന്നെന്ന് കരുതി നിങ്ങൾ പഠിച്ചാലും നിങ്ങൾ പാസ്സാവും. അപ്പോൾ പലരും നമ്മളെ പേഴ്സണലി മെസ്സേജ് ഇട്ട് ചോദിക്കും, ഇനിയൊക്കെ ഞങ്ങൾ പഠിച്ചാൽ കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിസിബിൾ എക്സാമ്പിൾ നമുക്ക് ഇവിടെ കിട്ടിയെന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം നിങ്ങൾക്കെല്ലാം ബേസിക്കലി എല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്. കാരണം BTech പാസ്സാവുന്നവരാണെങ്കിലും ഡിപ്ലോമ പാസ്സാവുന്നവരാണെങ്കിലും അവർക്ക് എൻ്റെ കണ്ടന്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് അവരെ ട്യൂൺ ചെയ്യുന്നതേ ഉള്ളൂ.
അത് പറ്റുമെന്ന് നമുക്ക് ഓരോ തവണ പ്രൂവ് ചെയ്യാൻ പറ്റുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാം പഠനത്തിന്റെ, അതായത് എങ്ങനെ ആ ഒരു സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട കോർ നമുക്ക് കിട്ടി. ഇനി അറിയേണ്ടത്, ഇപ്പൊ നിങ്ങളുടെ 4 പേരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എല്ലാവരും പഠിച്ചിരുന്നത് മാത്രമല്ല, നിങ്ങൾ പലരും റാങ്ക് ലിസ്റ്റിന്റെ അടുത്ത് വന്നിട്ടുണ്ട്, ചില റാങ്ക് ലിസ്റ്റിന്റെ ബ്രെമ്മിൽ നിന്ന് ഔട്ടായി പോയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നപ്പോൾ, അതായത് റാങ്ക് ലിസ്റ്റിലേക്ക് വന്നു എന്നല്ല, റാങ്ക് ലിസ്റ്റിന്റെ ടോപ്പ് ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ പഠനത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്താണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ഒരു ശീലമാണ്. എന്നാലാണ് എനിക്ക് ശരിക്കും അത് പഠിക്കാൻ മനസ്സിൽ കിട്ടുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോകുന്ന രീതിയാണ്. പിന്നെ അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാകും, പിന്നെ ഒരു ഫോർമുല ചാർട്ട് ഉണ്ടാകും. എന്നിട്ട് ഇത് പഠിക്കുന്നതോടൊപ്പം വൈകുന്നേരം റിവൈസ് ചെയ്യും, വീക്ക്ലി റിവൈസ് ചെയ്യും, പിന്നെ മന്ത്ലി റിവൈസ് ചെയ്യും. അങ്ങനെ ഒരു സ്ട്രാറ്റജിയിലാണ് പഠിച്ചു പോകുന്നത്. അപ്പം അതൊരു നല്ലൊരു ഈ ഒരു എക്സാമിന് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് താങ്കളുടെ സ്ട്രാറ്റജി? ഞാൻ മെയിനായിട്ട് വീഡിയോ കണ്ടാണ് പഠിക്കാറ്. പിന്നെ നോട്ട്സ് ഈ ഏണസ്റ്റ് തരാത്ത വീഡിയോയിൽ എക്സ്ട്രാ പറയുന്ന കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്തിട്ട് അത് മാത്രം നോട്ട് ചെയ്യും. ബാക്കിയൊക്കെ ഏണസ്റ്റ് നോട്ട് തന്നെയാണ് ഫുള്ള് ഡിപ്പെൻഡ് ചെയ്ത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളൊരു പുതിയ കാര്യം പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ടും കൂടുതൽ നമ്മൾ പഠിച്ച കാര്യം റിവിഷൻ ചെയ്യണം. റിവിഷനാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ കാര്യം. അപ്പം റിവിഷൻ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. ചുരുങ്ങിയ സമയമുള്ളായിരുന്നു. അപ്പം ആ സമയം കൊണ്ട് നമ്മൾ മാക്സിമം എപ്പോഴും മുന്നേ ഉള്ളതിനെല്ലാത്തിനും ഞാൻ സെൽഫ് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത്, നോട്ട് തന്നെ കുറേ സമയം എടുക്കുമായിരുന്നു നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വീണ്ടും സ്റ്റഡി ചെയ്യാൻ. വളരെ ചുരുങ്ങിയ സമയമുള്ളായിരുന്നു. അപ്പം എൻ്റെ പഠനത്തിൽ എന്തൊക്കെയോ പോരായ്മകളുണ്ടെന്ന് ആദ്യമേ തിരിച്ചറിഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ സെൽഫ് നോട്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ പോയില്ല. ഇവരുടെ PDF, ഏണസ്റ്റിൻ്റെ PDF എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പ്രിൻ്റഡ് നോട്ടാക്കി വെച്ചിട്ട് അഡീഷണൽ പോയിൻറ്റ്സ് അതിൽ ആഡ് ചെയ്യുക, എന്നിട്ട് റിവിഷൻ ചെയ്യുക. അപ്പം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ ക്ലാസ്സും വീണ്ടും വീണ്ടും കേൾക്കുകയും ഇതെല്ലാം ഒരു 3-4 വട്ടം റിപ്പീറ്റ് ചെയ്യുകയും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് ഞാൻ മോക്ക് ടെസ്റ്റിലോട്ട് വരുന്നത്. അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ വീണ്ടും നമ്മുടെ നെഗറ്റീവ്സൊക്കെ എവിടെ നിന്നാണെന്ന് മനസ്സിലായി. നന്നായിട്ട് നമ്മൾ ഇന്ന മേഖല ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതാണെന്നൊക്കെ മനസ്സിലായിട്ട് വീണ്ടും ആ പോരായ്മയുള്ള ഭാഗങ്ങൾ നിലനിർത്തി കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്ത്, അതുകൊണ്ടാണ് ഈ വിജയത്തിലോട്ട് എത്താൻ സാധിച്ചത്. പഠനം വെച്ചാൽ ജോലി കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് രാത്രി കുറച്ച് സമയം മാത്രമേ പഠനത്തിന് മാറ്റി വയ്ക്കാറുള്ളായിരുന്നുണ്ട്. അപ്പോൾ നോട്ട്സ് ആദ്യമൊക്കെ എഴുതിയെടുക്കുമായിരുന്നു, പിന്നീട് PDF തന്നെ നോക്കി പഠിച്ചു. കാരണം നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്ക് ക്ലാസ്സിന് യൂസ് ചെയ്യാമല്ലോ. നോട്ട്സ് PDF നോക്കി തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. വേറെ സോഴ്സ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല നോട്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. കെമിസ്ട്രിന്റെ നോട്ട്സ് തന്നെയാണ് കൂടുതലും നോക്കിയിട്ടുള്ളത്. പിന്നെ കൂടുതലും ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിയാണ് എനിക്കുള്ളത്. മുമ്പേ പഠിച്ചു വെച്ചാൽ എനിക്ക് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു ടൈപ്പാണ്. പിന്നെ അവസാനം ഒരു 2 ആഴ്ച നല്ലപോലെ റിവൈസ് ചെയ്തു നോട്ട്സ് തന്നെ, കെമിസ്ട്രി നോട്ട്സ്. പിന്നെ ഒബ്ജക്റ്റീവ് കുറച്ച് പുറത്തുനിന്നൊക്കെ സെറ്റിലൊക്കെ കളിച്ച് ചെയ്തു. ടെസ്റ്റ് പോലുള്ള ആപ്ലിക്കേഷൻസും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. 4 പേര് 4 രീതിയിലാണ് പഠിച്ചത്. അത് ആരുടെയും കുഴപ്പമല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, സ്റ്റുഡിയസ് ക്യാരക്ടർ ഓരോ. പക്ഷെ എന്ത് ചെയ്തേ പറ്റൂ, പഠിച്ചേ പറ്റൂ. ഇപ്പം ഇദ്ദേഹം പറഞ്ഞ റിവിഷൻ, അത് നമ്മൾ ചെയ്യുന്ന രീതി ആയിരിക്കത്തില്ല ഇദ്ദേഹം ചെയ്യുന്നത്. എന്തായാലും കാര്യങ്ങളൊന്നാണ്, പക്ഷെ നമ്മൾ ഓരോ ഉദ്യോഗാർത്ഥിയും അവൻ്റെതായ രീതിയിലുള്ളൊരു കംഫർട്ടബിൾ സ്റ്റഡി പ്ലാൻ കണ്ടെത്തി അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യം. ചിലത് ചെയ്യുന്നത് മറ്റൊരാളും ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ അതിൻ്റെ രീതി വേറെ ആയിരിക്കും, വേവ് ലെങ്ത് വേറെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു. അപ്പം നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും, ഓരോരുത്തർക്കും ഓരോ രീതിയിലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ഒരേപോലെ പഠിക്കണമെന്ന് വാശി പിടിച്ചാൽ ചിലപ്പോൾ അത് ഫെയിലിയർ ആവത്തേ ഉള്ളൂ. അത് ശരിയാണ്. ഇനിയും നമ്മുടെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞുള്ള കുറച്ച് മാറ്റങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ടും നമ്മുടെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾക്കുണ്ടായ മാറ്റം എന്തായിരുന്നു നിങ്ങളുടെ പഠനത്തിന്? അതായത് ഫിസിബിളി എന്തെങ്കിലും നമുക്ക്, അതായത് അമിതമായിട്ട് പഠിക്കേണ്ടതാണെന്ന് തോന്നിയോ, അതോ പഠിക്കേണ്ടത് കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയ കാര്യം പ്രധാനമായിട്ടും? ഞാനിങ്ങനെ കുറച്ച് അധികമായിട്ട് പഠിച്ചു പോകുമായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ഈ കോച്ചിങ് കിട്ടിയോടുകൂടി കൃത്യമായിട്ട് ഏതാ പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ സാറന്മാർ പറഞ്ഞു തന്ന അതിനനുസരിച്ചാണ് പഠിച്ചു പോയത്. പക്ഷെ കുറച്ചൊക്കെ ഞാൻ എന്നാലും എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ബുക്കുകളൊക്കെ എക്സ്ട്രാ റെഫർ ചെയ്യുന്നുണ്ടായിരുന്നു. റാങ്ക് നേടണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി അങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നു. മെന്റേഴ്സ് ഫാക്കൽറ്റി സപ്പോർട്ടൊക്കെ എങ്ങനെ കിട്ടിയത്? മുഹമ്മദ് സാറായിരുന്നു എൻ്റെ മെൻറ്റർ. അപ്പോൾ പുള്ളി വളരെ സപ്പോർട്ടീവായിരുന്നു. എല്ലാ സംശയങ്ങൾക്കൊക്കെ പുള്ളി ആൻസർ ചെയ്ത് തരികയൊക്കെ ചെയ്യുമായിരുന്നു.
മെൻറ്റർ മുഹമ്മദ് താലിബ് സാറായിരുന്നു. ഒരു വീഡിയോ കഴിയുമ്പം തന്നെ ഞാൻ സാറോട് ഒരു 5-6 ഡൗട്ടൊക്കെ എന്തായാലും ചോദിച്ചു. നല്ല വെറുപ്പിച്ചിട്ടുണ്ട് സാറ്. അപ്പോൾ സാറ് അങ്ങനെ കണക്കെടുക്കാറൊന്നുമില്ല. സാർ അന്ന് തന്നെ കഴിവതും അന്ന് തന്നെ റിപ്ലൈ തരും. ഭയങ്കര എഫേർട്ടാണ് എടുത്തത്. പിന്നെ അതേമാതിരി എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ഒക്കെ എനിക്ക് കുറച്ച് വീക്കായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ രാഹുൽ സാറ് ക്ലാസ്സൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം എങ്ങനെ പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടുന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. പിന്നെ അതേമാതിരി സുക്കൂർ സാറ് നല്ല ക്ലാസ് ആയിരുന്നു. ഈ ഒരു ചോദ്യത്തിന് ഏറ്റവും നന്നായിട്ട് മറുപടി അറിയാൻ പറ്റുന്നതാണ്. കാരണം സ്വയമായിട്ട് മേടിച്ചിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എഴുതിയിട്ടുള്ളതാണ്. ഇപ്പം കോച്ചിങ്ങിന് വന്ന ശേഷം അതിന് ശേഷമുള്ളത് എങ്ങനെയാണ്? അപ്പം ഞാനതിന് മുമ്പ് കഴിഞ്ഞ 2 ടെക്നിക്കൽ എക്സാമും സ്വന്തമായിട്ട് പഠിച്ചു. ബുക്കൊക്കെ പഠിച്ച് റിവൈസ് ചെയ്ത് എല്ലാം ചെയ്ത്. എന്നാലും നമുക്ക് ചില പോർഷൻസൊക്കെ എത്തുമ്പോൾ നമുക്ക് തന്നെ ചില വെറുപ്പൊക്കെ തോന്നും പഠിക്കാൻ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത മേഖലകളൊക്കെ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ സ്കിപ്പ് അടിക്കുമ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു തരത്തിലൊരു റിഗ്രറ്റ് ആയിപ്പോയി. നമ്മളത് കവർ ചെയ്തില്ല. എന്നാൽ ഈ കോച്ചിങ്ങിന് പോയ കുറേ കുട്ടികളൊക്കെ ഇതിനെ കവർ ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പോൾ അവരതുകൊണ്ട് നമ്മളെക്കാളും ഒരു 2-3 മാർക്കൊക്കെ കൂടുതൽ വന്ന് ലിസ്റ്റിലാവുകയും ഈ ജോലിയുടെ സാധ്യതകളൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ 2-3 അനുഭവങ്ങൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ നെഗറ്റീവാണ്, എന്തെങ്കിലും കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യും. അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് എങ്ങനെയാണ് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു കോച്ചിങ് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞ് വൈഫാണ് നിർബന്ധിപ്പിച്ചെടുപ്പിച്ചാൽ ഞാൻ ഒരു വിധത്തിൽ കയറത്തില്ല എന്ന് പറഞ്ഞ് ക്ലാസ് കാണാൻ പോലുള്ള സമയം കിട്ടത്തില്ല, അതുകൊണ്ട് കയറത്തില്ലെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. വൈഫ് നിർബന്ധിപ്പിച്ചെടുപ്പിച്ച് ഇതെല്ലാം ചെയ്തപ്പോഴത്തേക്ക് എനിക്കത് നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പം എസ്പെഷ്യലി ഇപ്പം ഈ കോച്ചിങ് ഇല്ലായിരുന്നെങ്കിലും ഞാനൊരു പക്ഷേ ഒരു 65-70 മാർക്കൊക്കെ കവർ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ, ബേസിക് പൊട്ടൻഷ്യൽ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പം അത് പല എക്സാമുകളിൽ നിന്ന് പഠിച്ചിട്ട് നമുക്ക് നേടാൻ പറ്റിയതാണ്. ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് നേടാൻ പറ്റുന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ സ്പെസിഫിക്കായിട്ട് ആ റാങ്ക് മേക്കിംഗ് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ക്രൂഷ്യലാണ്. ബോർഡറിന് മുകളിലേക്ക് ചാടി കിടക്കുക ക്രൂഷ്യലാണ്. അപ്പം നമ്മൾ അവിടെ എങ്ങനെ എത്തുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ അതിന് വളരെ ഉപകാരപ്പോയി. കാര്യം സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് അത്യാവശ്യം ടെക്നിക്കൽ സ്കൂളിലെ കുറച്ച് കുട്ടികൾക്ക് ഡ്രോയിങ് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാലും എനിക്ക് ഡ്രോയിങ്ങിൻ്റെ ഒരു മെയിനായിട്ടുള്ള കുറേ കണ്ടൻറ്റ് ഇൻഡെപ്തായിട്ട് തിയറിറ്റിക്കലായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടും കിട്ടുകയും ചെയ്തു. കുറേ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ നമുക്ക് തരുകയും ചെയ്തു. അപ്പോൾ ഏതാണ് ഡ്രോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ സേഫ്റ്റി എനിക്കറിയാമായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഈ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ഉളപ്പുന്ന കണക്ക് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഏത് പരീക്ഷ എഴുതി വന്നാലും സേഫ്റ്റിയിൽ 1-2 മാർക്ക് പോകും. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യുന്നതാണ്, അറിയാമെന്നുള്ള ധാരണയിൽ സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകളായിരുന്നു ഏണസ്റ്റ്. അപ്പം കുറേ നമുക്ക് ഭയങ്കര വലിപ്പമായിട്ട് തോന്നിയിരുന്നാലും കണ്ടൻ്റ് എല്ലാം ഞാൻ ഓടിച്ച് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. കാര്യം എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ 83 മേടിച്ചിട്ട് ജോലി കിട്ടിയില്ല, 85 മേടിച്ചിട്ട് ജോലി കിട്ടിയില്ല, ഇനിയിപ്പോൾ എത്ര മേടിച്ചാലാണ് ജോലി കിട്ടുക? അപ്പോൾ അതുകൊണ്ട് ഞാൻ വിട്ടില്ല. ഞാനതും ഇങ്ങനെ ഇരുന്ന് ബോറാണെങ്കിൽ കൂടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടെ നോക്കുമായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് അങ്ങനെ അതിൽ നിന്ന് എനിക്ക് ഏകദേശം എല്ലാ മാർക്കും കിട്ടത്തക്ക രീതിയിൽ ഞാൻ മാത്സ് അറിയാമായിരുന്നു. ഇതൊക്കെ കാരണം കൊണ്ടും റിവിഷൻ മുമ്പ് എഴുതിയ പരീക്ഷകൾക്കൊക്കെ ഞാൻ അങ്ങനെ ഓടിച്ചുള്ള റിവിഷനായിരുന്നു. അങ്ങനെ പ്രോപ്പർ മെത്തേഡിലൊന്നും റിവിഷൻ ചെയ്തിട്ടൊന്നുമില്ല. മിക്കവാറും പരീക്ഷയ്ക്ക് മുമ്പായിരിക്കും ഒരു റിവിഷൻ, രണ്ടാമത്തെ റിവിഷൻ ചെയ്യുന്നത്. ഇപ്പം ഈ പരീക്ഷയ്ക്ക് ഞാൻ ചുരുങ്ങിയ സമയം ഉണ്ടെങ്കിലും കുറേ സമയം അതിൻ്റെ പുറകെ സ്പെൻഡ് ചെയ്ത് ഒത്തിരി വട്ടം റിവിഷൻ ചെയ്ത് ലാസ്റ്റ് ടൈമാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അതൊരു ഗുണമായി. ലാസ്റ്റ് ടൈം മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പഠിച്ചതിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ആ എക്സാം മൊമെൻറ്റിൽ തന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി, വീണ്ടും കറക്റ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ടെക്നിക്കൽ എക്സാം ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ മനസ്സിൽ ആലോചിച്ചാണ് ഒരു ഗൈഡൻസ് ആവശ്യമാണ്. അല്ലാതെ പറ്റത്തില്ല. കാരണം ജനറൽ പഠിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തെറ്റിയില്ല. എടുത്ത പ്ലാറ്റ്ഫോം നല്ലത് തന്നെ ആയിരുന്നു. താലിബ് സാറിന് നല്ല സപ്പോർട്ടായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോഴേ ക്ലിയർ ചെയ്ത് തരും. ഡൗട്ട് മാത്രമല്ല, നമുക്ക് വേറെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും PSC പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാർ അപ്പോഴേ ക്ലിയർ ചെയ്ത് തരും. പിന്നെ ക്ലാസ്സസ് പറയുകയാണെങ്കിൽ ഷുക്കൂർ സാറിന്റെ ഈ പറഞ്ഞ പോലെ ഡ്രോയിങ് ക്ലാസ്സസ് ഒക്കെ വളരെ നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു. കാരണം ആ സെക്ഷനിൽ നിന്നൊന്നും ഒരു മാർക്ക് പോലും പോയിട്ടില്ല പുറത്ത്. പഠിച്ച ഏകദേശം അതൊക്കെ തന്നെയാണ് ചോദിച്ചത്.
ക്ലാസ്സുകളെല്ലാം നല്ലത് തന്നെയായിരുന്നു, നല്ല ഗൈഡൻസ്. ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു ജനറൽ ചോദ്യമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. അതായത് എക്സാം ഓക്കെ, പഠിത്തം ഒക്കെ നമ്മൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും പഠിച്ചു, നമ്മുടെ കൂട്ടത്തിലുള്ളവരും പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ ഹാളിൽ കയറിയിട്ട് ഈ നെഗറ്റീവ് ഉള്ളൊരു പരീക്ഷയാണ് യെസ്. ഈ ഒരു 1.5 മണിക്കൂർ അവിടെ എടുക്കുന്ന ഒരു തീരുമാനം, എത്ര പഠിച്ചിട്ട് പോയ ആളും ചിലപ്പം ഇങ്ങനെ എഴുതി പോകുമ്പം രണ്ടാമത്തെ ഉത്തരം കയറി മൂന്നാമത്തെ പബ്ലിഷ് ചെയ്ത മൂന്നാമത്തെ ഉത്തരവും തെറ്റി, രണ്ടാമത്തെ ഉത്തരത്തിൽ നിന്ന് പോകേണ്ട മാർഗം പോയി. അപ്പൊ അവിടെ ഒരു സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ഒരു ടെൻഷൻ, ഇതിനെ ഓവർകം എങ്ങനെ ഈ എക്സാം ഹാളിനെ നിങ്ങൾ ഓവർകം ചെയ്തു? നിങ്ങൾ 4 പേര് ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആയിരിക്കും. എനിക്ക് എക്സാമിന്റെ തലേദിവസം ശരിക്കും ഒന്നും ഉറങ്ങാൻ പറ്റാറില്ല. അത്രയ്ക്കും ഞാൻ ഫോക്കസ്ഡ് ആണെങ്കിൽ ശരിക്കും ഉറങ്ങാൻ പറ്റാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ശരിക്കും നന്നായിട്ട് ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 6 മണിക്കൂർ ഉറക്കം കിട്ടിയെങ്കിലും രാവിലെ കുറച്ച് നേരം ഉണർന്നു പോയി. കുറച്ച് അപ്പം അതിൻ്റെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം. പക്ഷേ നേരത്തെക്കാളും എക്സാമിൻ്റെ ടെൻഷൻ കുറവായിരുന്നു ഈ പ്രാവശ്യം എഴുതിയപ്പോൾ. അപ്പം അതിൻ്റെ ഒരു മെച്ചം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് മാർക്കുകൾ നമ്മൾ ടെൻഷൻ കൊണ്ട് പോയിട്ടുണ്ട്. അതൊരു വലിയ തെറ്റ് തന്നെയാണല്ലേ? അതെ, അതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. അതൊക്കെ ഒരു റാങ്കിലേക്ക് മുന്നോട്ട് വരാനായിട്ട് നമുക്കൊരു തടസ്സമാണ്. അതൊക്കെ മാറ്റി കുറച്ചുകൂടി ഇതാക്കണം, ഇംപ്രൂവൈസ് ചെയ്യണം. താങ്കൾക്ക് എങ്ങനെയായിരുന്നു എക്സാമുകളിൽ ടെൻഷൻ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലും പറ്റാറില്ല. എന്നാലും നമ്മൾ നല്ല റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. പിന്നെ എടുത്ത ഒരു മെയിനായിട്ട് തീരുമാനം വെച്ചാൽ എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ഒരിക്കലും അറ്റൻഡ് ചെയ്യില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിരുന്നു. എന്നാലും ഒരു 2 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. അറിയാത്ത ക്വസ്റ്റ്യൻ എഴുതില്ല എന്നായിരുന്നു ഞാൻ ഉറപ്പിച്ച് തീരുമാനം എടുത്തത്. അതിന് മുന്നൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഗസ് ചെയ്ത് ഇങ്ങോട്ട് എഴുതുന്നു. അപ്പം നമുക്ക് കിട്ടിയ മാർക്കും കൂടി മൈനസായി, നെഗറ്റീവായി പോകും. നമ്മുടെ ഗസ് എപ്പോഴും തെറ്റായിരിക്കും അല്ലേ? അപ്പൊ എനിക്ക് അറിയാവുന്ന മാത്രമേ ഞാൻ എഴുതുള്ളൂ എന്നുള്ളത്. എന്നാലും നമ്മള് മനുഷ്യന്മാരാണ്. പക്ഷെ അവിടുന്ന് എക്സാം ഹാളിൽ നമുക്ക് കൈ വെറുതെ തരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ 2 ക്വസ്റ്റ്യൻ അങ്ങനെ നെഗറ്റീവ് വന്ന്, എന്നാലും ഈ മാർക്ക് കിട്ടിയതിലും പോയി സന്തോഷം. എനിക്കും അങ്ങനെയാണ്. എനിക്കും ഉറക്കമൊന്നും വന്നില്ല. നേരത്തെ മാക്സിമം കിടന്നുറങ്ങാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. രാവിലെ നേരത്തെ പോവുകയും ചെയ്തു. ആദ്യം അറിയാവുന്ന ടോപ്പിക്കാണ് വന്നത് ക്വസ്റ്റ്യനിൽ. ഓൺലൈൻ എക്സാം ആയിരുന്നല്ലോ, അപ്പം ഷഫ്ലിങ്ങിൽ അറിയാവുന്ന മാത്സാണ് വന്നത്. ഞാൻ ആദ്യം ചെയ്യുന്ന ചോദ്യം തന്നെ കിട്ടുന്നില്ല. അപ്പോൾ ആകെ ടെൻഷനായി. അങ്ങനെ ഞാൻ പിന്നെ ആ ചോദ്യം അവിടെ വെച്ചിട്ട് ബാക്കി 2-3 ചോദ്യം ചെയ്ത് നമ്മളൊരു കംഫർട്ട് സോണിൽ എത്തിയതിന് ശേഷം വീണ്ടും അതേ ചോദ്യം ചെയ്ത് ഞാൻ ഉത്തരം ശരിയാക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദ്യം കണ്ടപ്പോഴത്തേക്ക് നമുക്ക് പറ്റുന്നതാണ്. ഇത് എന്തായാലും മാക്സിമം കട്ട് ഓഫ് വരുന്ന ഒരു എക്സാമാണെന്ന് ഫീൽ ചെയ്തു. കാര്യം എല്ലാം അറിയാവുന്ന ചോദ്യമുണ്ട്. ഇപ്പം എല്ലാവരുടെ കാര്യം അറിഞ്ഞൂടെ, നമ്മൾ പഠിച്ചുകൊണ്ട് ചിലപ്പോൾ തോന്നിയതാണെന്ന് അറിഞ്ഞൂടെ. എന്നാലും നല്ല കട്ട് ഓഫാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യനും അതിനിടയ്ക്ക് സമയമെടുത്ത് തന്നെ ഞാൻ ചെയ്യുകയും ചെയ്ത്. വൺസ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഗോ ത്രൂ ചെയ്തു. നമ്മൾ എഴുതിയാൽ ശരിയാണ്, ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് നമുക്ക് കറക്ഷൻ ചെയ്യാമല്ലോ ഇടയ്ക്ക്. അപ്പം ചെയ്തതെല്ലാം ശരിയാണെന്നറിയാൻ വേണ്ടി വീണ്ടും ചെയ്ത് നോക്കി. അപ്പോൾ ഏകദേശമൊക്കെ പഠിച്ച ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ആയിരുന്നു. അതിപ്പം നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് 2 മാർക്ക് പോയി. അത് ഒരേ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിന്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കത് 2 രീതിയിലും ചിന്തിച്ചാൽ ശരിയാണെന്ന് തോന്നും. ആദ്യം നമ്മൾ ഒരെണ്ണം എഴുതി, അത് ശരിയായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത് എഴുതി തെറ്റിച്ചു. ടെക്നിക്കലി അത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ PSCയുടെ ഉത്തരം അതായിരുന്നു. ഫൈനലായിട്ട് ജനറൽ PSC ഒരാളായതുകൊണ്ട് ജനറൽ PSC പിന്നെ ഒരു ഉത്സവപ്പുറമേപ്പെട്ട ഒരു കുട്ടിയുടെ അവസ്ഥയാണ്. ഇവിടേക്ക് വന്നപ്പോ എന്ത് തോന്നി? ഈ ഒരു എക്സാം അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് PSCയുടെ ഒരു ഓൺലൈൻ എക്സാം എഴുതുന്നത്. ഇതിനുമ്പെല്ലാം പേപ്പറിലുള്ള പരിപാടിയായിരുന്നു. പിന്നെ റെയിൽവേയുടെ എഴുതി നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരാളല്ല, എല്ലാ എക്സാമിനും കൂളായിട്ട് എഴുതുന്ന ഒരാളാണ്. പിന്നെ ഇതിന്റെ ഓൺലൈൻ PSCയുടെ ഫസ്റ്റ് ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും ഒരു ഇതുണ്ടായിരുന്നു, ആൻസൈറ്റി ഉണ്ടായിരുന്നു. കയറിയപ്പോ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഞാൻ ലിസ്റ്റിലോട്ട് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ, ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ജനറലിൽ നിന്ന് വന്നോണ്ടായിരിക്കാം. കാരണം അവിടെ ഞാൻ ഒരുപാട് ഇതിന്റെ ഒരു 100 ഇരട്ടി എഫേർട്ട് ഇട്ടിട്ടും ലിസ്റ്റിൽ വന്നിട്ടില്ല.
അപ്പൊ ഞാൻ എക്സാം എഴുതി ഒരു ലാസ്റ്റ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലിസ്റ്റ് കാണും. കൂട്ടിനോ ഏകദേശം നമുക്ക് എഴുതിയ വെച്ച് കൂട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ ഹാപ്പി. ഓക്കെ. നിങ്ങളുടെ എക്സാമിന്റെ ഓരോരുത്തരുടെയും ഡിഫറെന്റ് ആണ്, പക്ഷെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കുറെ ടെൻഷൻ എന്ന് പറയുന്ന ഒരു ഘടകം നിങ്ങളെ എഫക്ട് ചെയ്തിരുന്നു എല്ലാവരും. ടെൻഷൻ ഫ്രീ ആയിട്ട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ ജനറൽ PSC എഴുതി കഴിയുമ്പോൾ ആർക്കായാലും ടെൻഷൻ ഇല്ലാതാവും, അത് ആരുടെ കുഴപ്പമല്ല. ഓക്കെ. അപ്പൊ ഈ ഒരു എക്സാം ഹാളിനെ ഓർക്കം ചെയ്യാൻ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു? ഇത് നമ്മുടെ മോക്ക് ടെസ്റ്റ് എക്സാംസ് നമ്മുടെ ഏണസ്റ്റ് നടത്തുന്ന മോക്ക്, ഓ കാരണം ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോം ഡിജിറ്റൽ ആണല്ലോ. ആ അപ്പൊ ഒരു ഫെമിലിയാരിറ്റി നമുക്ക് എങ്ങനെയാണ് ഉണ്ടായത്? മോക്ക് ടെസ്റ്റ് ഒരുപാട് സഹായിച്ചായിരുന്നു. ഈ ഓൺലൈൻ ഞാൻ കുറച്ച് 1-2 എക്സാംസ് വേറെയും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഈ മോക്ക് ടെസ്റ്റുകൾ സീരിയസ് ആയിട്ട് കുറേ ചെയ്തുകൊണ്ട് അതിൻ്റെ എളുപ്പം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പൊ ഈ കേരള PSCയിലെ ആദ്യത്തെ നിങ്ങൾ ആദ്യം എഴുതുന്ന എക്സാം അല്ലേ ഡിജിറ്റൽ മോഡൽ, എങ്ങനെയായിരുന്നു അതിന്റെ എക്സ്പീരിയൻസ്? അത് വളരെ പ്ലസന്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഈ AC അങ്ങനെ ഞാൻ അധികം ഉപയോഗിക്കാറില്ല. പക്ഷെ അവിടെ ഈ എക്സാം ഹാൾ AC ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അത് വേറെ ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. കുഴപ്പമൊന്നുമില്ല. നമുക്ക് തെറ്റിയാലും തിരുത്താനുള്ള ഒരു അവസരം ഉണ്ട്. അതുകൊണ്ടാണല്ലോ തെറ്റിച്ചത്. എൻ്റെ അങ്ങനെ തന്നെ 2 എണ്ണം തെറ്റിച്ചു. തിരിച്ചു വന്നിട്ട് സമയം കിട്ടുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ റെയിൽവേ എക്സാം ഒക്കെ എഴുതിയ ഒരു എക്സ്പീരിയൻസിൽ അത് എങ്ങനെ എഴുതിയാലും സമയം കിട്ടുന്നില്ല. ഇത് കുഴപ്പമില്ല, സമയം ഉണ്ടായിരുന്നു. ഇതിൽ പിന്നെ ടൈം കാണിക്കും നമുക്ക് എത്ര ടൈം ലെഫ്റ്റ്, അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്, അതില്ലാത്തവരാണ് കൂടുതലും. അതായത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങി, അതായത് കോവിഡിന്റെ സമയത്താണ് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചത്. ഓൾമോസ്റ്റ് എല്ലാവരും ഏറെക്കുറെ ആ സമയത്താണ് തീരുമാനിച്ചത്. കോവിഡ് വന്നിട്ട് പോയിട്ട് ഇപ്പോൾ വർഷങ്ങളായി, അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിലും വർഷങ്ങളായി. അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഇന്നും ഈ റിസൾട്ട് നേടിയത്. എന്തായിരുന്നു ഈ ഒരു മോട്ടിവേഷൻ? നിങ്ങൾക്ക് ഈ ഒരു പഠനം അന്ന് ആഗ്രഹിച്ച ആഗ്രഹം ഇതുവരെ പുലർത്തിക്കൊണ്ട് പോകണമെങ്കിൽ കൃത്യമായ ഒരു കൺസിസ്റ്റൻസി വേണം. എന്തായിരുന്നു അതിന്റെ ബാക്ക് ബോണായിട്ട് നിന്നത്? താങ്കൾ പറഞ്ഞ വൈഫായിരുന്നു എന്ന് പറഞ്ഞത്, ബാക്കി 3 പേരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു? ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ തന്നെയാണ്. ജോലികൾ തന്നെ. അപ്പൊ അതിൽ നിന്നുള്ളൊരു സ്ട്രെസ്സും പ്രൈവറ്റ് ജോലി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്ര കാലം ഇങ്ങനെ നമ്മൾ പോകും. ഒരു കോർപ്പറേറ്റിന്റെ കീഴിലായാലും നല്ല സ്ട്രെസ്സാണ്. നമ്മളെ നമ്മളിങ്ങനെ പലരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ വന്നു. റിസൈൻ ചെയ്തിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ചോദ്യങ്ങളായി. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ കഷ്ടപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നല്ല മോട്ടിവേഷനായിരുന്നു. ചുറ്റുമുള്ളവർ തന്നെയായിരുന്നു മോട്ടിവേഷൻ. നമ്മൾ ഒരു പ്രാവശ്യം ഫെയിലായി നമ്മൾ നിർത്തരുത്. ഇപ്പോൾ അങ്ങനെ നമ്മൾ നിർത്തിയെങ്കിൽ നമുക്ക് പിന്നെ ഈ റാങ്ക് ലിസ്റ്റ് നമുക്ക് ഉൾപ്പെടാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, നമ്മൾ 100% നമ്മൾ എഫേർട്ട് നമ്മളായിട്ട് ഇടണം. അങ്ങനെ പഠിക്കാൻ എൻ്റെ 100% നമുക്ക് കയറാൻ പറ്റും. എനിക്കൊരു ചേഞ്ച് വന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു യോഗ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കാരണം എൻ്റെ ലൈഫിലെ ഞാൻ പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു, അവിടെ അനുഭവിച്ച കുറേ കഷ്ടപ്പാടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി ഉണ്ടായി. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് ഇങ്ങനെ ട്രൈ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പോസ്റ്റുകളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിനുവേണ്ടി ശരിക്കും 100% വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു 3:30-ക്കൊക്കെ രാവിലെ എഴുന്നേറ്റ് പഠിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ആയി, ശരിക്കും ഈ പഠിത്തത്തിലേക്ക് ശരിക്കും കോൺസെൻട്രേറ്റഡ് ആയി. അങ്ങനെ ഞാൻ ഓരോരോ ടെസ്റ്റുകൾ എഴുതി ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും, ഈ ട്രേഡ്സ്മാൻ സ്മിത്തിയിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും താല്പര്യമുള്ളൊരു ഫീൽഡുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഫുൾ ടൈം ഇരുന്ന് അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ഇനി 4 പേരോട്ട് ചോദിക്കുകയല്ല, നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് ആണ്. കാരണം നിങ്ങൾ സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റിൽ ഒത്തിരി ആൾക്കാർ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നു. ടെക്നിക്കൽ എക്സാമിനേഷനും ജനറൽ PSC എക്സാമിനേഷനും ഒക്കെ തയ്യാറെടുക്കുന്നുണ്ട്. ഈ വരാൻ പോകുന്ന എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോടായിട്ട് നിങ്ങൾ 4 പേർക്കും കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ടെക്നിക്കൽ സൈഡ് പഠിച്ചവരാണെങ്കിൽ മാക്സിമം ടെക്നിക്കൽ തന്നെ നോക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതാണ്.
കുറച്ചുകൂടി ഈസി എന്ന് തന്നെ പറയാം ജനറൽ എക്സാംസ് വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ പഠിച്ച ഒരു കോറാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ചെയ്യുന്ന ജോലിയിലായാലും ഒരു എക്സ്പീരിയൻസ് എന്തായാലും കിട്ടും. അതുകൊണ്ട് നല്ലതായിരിക്കും. ചോദ്യം നമ്മുടെ പറയാം ഇപ്പൊ എക്സാമിനേഷൻ തയ്യാറാക്കുക കുറച്ചും കൂടി കൃത്യമായിട്ട് താങ്കൾക്ക് പറഞ്ഞു കൊടുക്കും, ഒരു അധ്യാപകൻ എന്ന രീതിയിൽ കൂടി പറയാം. അതായത് നമുക്ക് ധാരാളം ഉദ്യോഗാർത്ഥികൾ എക്സാമിനേഷന് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പൊ ഈ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട്ട് സക്സസ് നേടിയ ഒരാളെന്ന രീതിയിൽ കൊടുക്കാനുള്ള അഡ്വൈസ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്തെങ്കിലും ആ സ്ഥാനത്തെത്തും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ തീവ്രമായി പരിശ്രമിക്കുക. തോറ്റുപോവുക, എന്നാലും വീണ്ടും പരിശ്രമിക്കുക. വിജയം എന്നെങ്കിലും നിങ്ങൾക്ക് നേടാൻ കഴിയും. നമ്മളെ പഠിത്തത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള കുറേ ഘടകങ്ങൾ നമ്മളുണ്ട്. നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരനെ നമ്മളെ കുറേ കളിയാക്കി എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ജോലി തേടും കിട്ടുന്നില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. നമ്മൾ പഠിച്ചാൽ എന്തായാലും കിട്ടും. നമ്മൾ പഠിച്ച കാര്യം നമ്മൾ റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്താൽ നമുക്ക് എന്തായാലും കിട്ടും. ഇപ്പൊ ഒത്തിരി ആൾക്കാർ എന്റെ സ്വന്തം ആളെന്ന് പറഞ്ഞു പഠിക്കുമ്പോൾ കുറ്റപ്പെടുത്താൻ കുറെ ആൾക്കാരുണ്ടാവും. ഓക്കെ, ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങൾ പഠിക്കാൻ ഇനി വരുന്ന PSC ആസ്പിരൻസിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ ചുറ്റും ഉണ്ടാവും. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയ ആയിരിക്കാം, എന്തെങ്കിലും വേറെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്നിട്ട് നമ്മൾ PSCയിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ജോലിയിലേക്ക് ഉള്ള എക്സാംസിന് വേണ്ടിയിട്ട് അതിലേക്ക് ശരിക്കും ഫോക്കസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. അതുപോലെ ഒരു സ്മാർട്ട് സ്റ്റഡി തിരഞ്ഞെടുക്കുക. ഒരു കോച്ചിങ്ങിൽ ചേരുക. നല്ലൊരു കോച്ചിങ് തിരഞ്ഞെടുത്തിട്ട് കോച്ചിങ്ങിൽ ചേരുക. അതുപോലെ അതിനനുസരിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്യുക. വളരെയധികം സാധാരണക്കാരായ 4 ഉദ്യോഗാർത്ഥികളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. നമ്മൾ അവരുടെ ജീവിത ബാക്ക്ഗ്രൗണ്ടുകളും അവരുടെ പ്രവർത്തന മേഖലകളും ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പച്ചയായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഏതൊരാൾക്കും കൃത്യമായ ഡെഡിക്കേഷനും അർപ്പണബോധവും ഒപ്പം തന്നെ കൃത്യമായ ഒരു ഗൈഡൻസും ഉണ്ടെങ്കിൽ ഏതൊരു വലിയ ലക്ഷ്യവും നേടിയെടുക്കാൻ കഴിയുമെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള വളരെ വലിയൊരു മെസ്സേജായി തിരഞ്ഞെടുത്തുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടങ്ങുക. അതിനായി എല്ലാ ആശംസകളും നേരുന്നു ഏണസ്റ്റ് അക്കാഡമി. മറ്റൊരു പോഡ്കാസ്റ്റുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.